In the previous class, we were discussed about the quantum numbers that emerges while solving the Schrodinger equation of hydrogen atom, and we discussed the significance of quantum numbers, the two quantum numbers. The first one is the principal quantum number n that corresponds to the quantization of energy, En, the energy levels, quantization of energy. And second quantum number, orbital quantum number L, that represents the quantization of angular momentum of electron. So the magnitude of angular momentum L is given by square root of L times L plus 1 h cut. So angular momentum is quantized, magnitude of angular momentum is quantized. The values of L are 0, 1, 2, 3, etc. limited by n minus 1. So the angular momentum magnitude is quantized. So we know angular momentum is a vector quantity, so it must have direction also. So now the third quantum number is magnetic quantum number. It's represented by ml, can take values 0, plus or minus 1, plus or minus 2, etc. up to the limiting value plus or minus L, the orbital quantum number. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ, ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. Actually, this magnetic quantum number gives the possible orientation of angular momentum of electron, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ ക്വാണ്ടം നമ്പർ. ഡയറക്ഷൻ ഓഫ് ആംഗുലർ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Magnitude of angular momentum is quantized. That quantization comes through the orbital quantum number. Now about the direction. So what is the direction of angular momentum? If an electron is revolving in this way, the right hand thumb rule will give you the direction of angular momentum. If your fingers gives the direction of electron revolving around the nucleus, your thumb will point the direction of angular momentum. ഇതാണ് എൻ്റെ ഫിംഗേഴ്സാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്കിൽ തമ്പ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവുക. Now the magnetic quantum number ml specifies the direction of L by determining the component of L in the direction of an applied magnetic field. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഏതൊക്കെ എടുക്കാമെന്നുള്ളതാണ്, ഏതൊക്കെ ഓറിയൻറ്റേഷനിൽ ആംഗുലർ മൊമെൻറ്റം വരാമെന്നുള്ളതാണ് ഈ എം എൽ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ. ഇപ്പോൾ എന്താണ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, വി നോ ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് എ ന്യൂക്ലിയസ് ഇൻ എ മൈന്യൂട്ട് കറണ്ട് ലൂപ്പ്. ദിസ് ഫോംസ് എ മൈന്യൂട്ട് കറണ്ട് ലൂപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ആംബിയേഴ്സ് ലോ അനുസരിച്ചിട്ട് ദിസ് കറണ്ട് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ടൈനി മാഗ്നറ്റിക് ഡൈപോളാണ്. ഓരോ റിവോൾവിംഗ് ഇലക്ട്രോണും ടൈനി മാഗ്നറ്റിക് ഡൈപോളാണ്. ഈ മാഗ്നറ്റിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഒരു ചെറിയ ബാർ മാഗ്നറ്റായിട്ട് ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അത് ഇൻട്രാക്ട് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ അതിന് എടുക്കാവുന്ന പോസിബിൾ ഓറിയൻറ്റേഷൻസ് ആണ് ഈ എം എൽ തീരുമാനിക്കുന്നത്. So this is called space quantization. ഓറിയൻറ്റേഷൻ ക്വാണ്ടൈസ്ഡ് ആണ്. പോസിബിൾ ഓറിയൻറ്റേഷൻസ്, ആംഗുലർ മൊമെൻറ്റത്തിന് എടുക്കാവുന്ന പോസിബിൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാവുന്ന പ്ലെയിൻ ക്വാണ്ടൈസ്ഡ് ആണ്. Now if we assume the applied magnetic field is in z direction, that is B is equal to Bz, Lz, the component of angular momentum along the direction of applied field, Lz എന്ന് മാർക്ക് ചെയ്തിരിക്കും, Lz മസ്റ്റ് ബി എം എൽ എച്ച് കട്ട്. അങ്ങനെയാണ് ആ ക്വാണ്ടൈസേഷനെ ഡയറക്ഷൻ അത് തീരുമാനിക്കുന്നത്. എം എൽ എച്ച് കട്ടാണ്. നമുക്കൊന്നിട്ട് എക്സാമ്പിൾ കാണാം. ലെറ്റ് us consider the first one. L equal to 0 കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. L equal to 0 ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന L equal to 0 ആണ്. L equal to 0 ആണെങ്കിൽ എന്താണ്, 0 ആണ്. ആംഗുലർ മൊമെൻറ്റം 0 ആണ്. പിന്നെ അതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എം എൽ 0 തന്നെയായിരിക്കും. എം എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ അടുത്ത കേസ് L equal to 1. L equal to 1 ആണെങ്കിൽ എം എല്ലിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ഇഫ് L equal to 1, എം എൽ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 അപ് ടു എം എൽ പ്ലസ് ഓർ മൈനസ് എം എൽ പ്ലസ് ഓർ മൈനസ് എൽ. L1 ആണെങ്കിൽ ഈ 3 പോസിബിൾ ഓറിയൻറ്റേഷനാണ് 0, പ്ലസ് 1, മൈനസ് 1. ഈ 3 വാല്യൂസാണ് എം എല്ലിന് എടുക്കാവുന്നത്. സോ അതിൻ്റെ ഒരു അപ്ലൈഡ് ഫീൽഡ്, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈ ഒരു ഡയറക്ഷനിൽ, ദിസ് ഡയറക്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആക്ച്വലി ദർ ഈസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ഇസ് ഡയറക്ഷൻ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തെന്നുള്ളത്. ദിസ് ക്യാൻ ബി എനി ഡയറക്ഷൻ. സോ അപ്ലൈഡ് ഫീൽഡ് ഇസ് ഡയറക്ഷനിലാണെങ്കിൽ L equal to 1
സ്റ്റേറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 1 ആയിട്ടുള്ള സ്റ്റേറ്റ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് L into L plus 1. സോ 1 into 1 plus 1, so 1 into 2 square root of 2 h cut or numerical value 1.41 h cut. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ LZ ക്യാൻ ടേക്ക് ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ ഈ ഒരു ലെങ്ത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഒരു ലെങ്ത്താണ് L എന്ന് പറയുന്നത്. ഈ L ഈ കേസിൽ 1.41 h കട്ടാണ്, √2 h കട്ടാണ് വരുന്നത്. √2 h കട്ട് ലെങ്ത്ത് മാഗ്നിറ്റ്യൂഡായിട്ട് വരുന്ന ഒരു വെക്റ്ററാണ് L. ഇനി LZ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്പോണൻറ്റ് എലോങ് Z ഡയറക്ഷൻ. Z ഡയറക്ഷനിലെ കമ്പോണൻറ്റ് ഷുഡ് ബി ML h കട്ട്. വാട്ട് ഈസ് ML? 0 + 1 - 1. അപ്പോൾ അതിനെടുക്കാവുന്ന വാല്യൂസ്, LZ എടുക്കാവുന്ന വാല്യൂസ് ഒന്ന് 0, ഒന്ന് +1 h കട്ട്, -h കട്ട്. ഈ 3 വാല്യൂസ് അതിനെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ LZ കമ്പോണൻറ്റ് 0 വരുന്നത്? 0 എന്ന് പറഞ്ഞാൽ LZ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊജക്ഷൻ, ഈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ. ഇവിടെ നിന്ന് നമ്മളൊരു ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വെക്റ്ററിൻ്റെ ഷാഡോ എവിടെ വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ എങ്കിൽ ഇവിടെ ഞാൻ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഷാഡോ 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ 0 ആയിരിക്കും. അതാണ് ആദ്യത്തെ കേസ്, LZ = 0 എന്നുള്ളത്. അപ്പോൾ LZ = 0 എന്നുള്ള ഒരു പോസിബിൾ ഓറിയൻറ്റേഷനാണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിന് ഈ ഒരു ഡയറക്ഷൻ ആവാം എന്ന് പറഞ്ഞാൽ, ആംഗുലർ മൊമെൻറ്റത്തിന് ഈ ഡയറക്ഷൻ ആവുമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംഗുലർ മൊമെൻറ്റം ഇങ്ങോട്ട് കിട്ടുന്നത്. സോ ആംഗുലർ മൊമെൻറ്റത്തിന് ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യാം. ഇനി അടുത്ത വാല്യൂ ഏതാണ്? അടുത്ത വാല്യൂ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ +1 ആണ്. +1 എന്ന് പറഞ്ഞാൽ +1 h കട്ട്, +1 h കട്ട്. അപ്പോൾ +h കട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ LZ അതിൻ്റെ ഈ ഒരു വെക്റ്ററിൻ്റെ Lൻ്റെ പ്രൊജക്ഷൻ +h കട്ടായിട്ട് വരുന്ന ഒരു വാല്യൂ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ അടുത്ത പോസിബിലിറ്റി. അതായത് ഇവിടെയാണ് നമ്മൾ LZ 0 എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം വരുമ്പോൾ LZ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഓറിയൻറ്റേഷൻ ഒന്നും പോസിബിൾ അല്ല. അടുത്ത പോസിബിൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ നമ്മൾ ടോർച്ച് ഇലുമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വെക്റ്ററിൻ്റെ പ്രൊജക്ഷൻ വരുന്ന കൂടെയാണ്, അത് +h കട്ടായി. ഓക്കെ, ഇനി എന്താണ് പോസിബിലിറ്റി? -h കട്ട്. -h കട്ട് വരണമെങ്കിൽ L ഇവിടെ വരണം, ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യണം. L ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ വരുമ്പോൾ -h കട്ട് വരും, പ്രൊജക്ഷൻ വരുമ്പോൾ -h കട്ട് വരും. ഇതാണ് ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാവുന്ന അടുത്ത 2 സ്പിൻ ചെയ്യാവുന്ന അടുത്ത 2 സ്പിന്നല്ല, ഓർബിറ്റൽ റിവോൾവ് ചെയ്യാവുന്ന വേറെ 2 പോസിബിലിറ്റി. അപ്പോൾ ഈ 3 പോസിബിലിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റത്തിന് പോസിബിളായിട്ടുള്ളൂ, ആംഗുലർ മൊമെൻറ്റത്തിന് എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എത്ര വാല്യൂസ് വരും? 1, 2, 3. അതല്ലെങ്കിൽ 2L + 1. L = 1 ആണെങ്കിൽ 2 + 1 = 3. 3 പോസിബിൾ ഓറിയൻറ്റേഷൻസ് ആണ് വരുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എനർജി ക്വാണ്ടൈസേഷനൊക്കെ നമുക്ക് ക്ലിയർ ആണ്, പക്ഷേ ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റാണ്. ഒരു ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാവുന്ന പ്ലെയിൻ, അത് ഈ ഒരു പ്ലെയിനിൽ റിവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്, ഈ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നത്. ഈ പ്ലെയിനിൽ റിവോൾവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നത്. ഈ പ്ലെയിനിൽ റിവോൾവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ 0 ആണ്, ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ +h കട്ടാണ്, ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ -h കട്ടാണ്. അപ്പോൾ ഈ 3 പോസിബിൾ ഓറിയൻറ്റേഷൻസിൽ മാത്രമാണ്, ഈ 3 പോസിബിൾ പ്ലെയിനിൽ മാത്രമാണ് ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനിടയിലുള്ള വാല്യൂസ് ഒന്നും പോസിബിൾ അല്ല. സോ സ്പേസ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റൽ മോഷന് വേണ്ട ആ ഒരു പ്ലെയിൻ റെസ്ട്രിക്റ്റഡ് ആണ്. L = 1 ആണെങ്കിൽ 3 പോസിബിൾ ഓറിയൻറ്റേഷൻസേ അതിന് പാട്ടുള്ളൂ. സോ സ്പേസ് ക്വാണ്ടൈസേഷൻ നമുക്ക് ബോർ മോഡലിൽ ഫെമിലിയർ അല്ലാത്തൊരു പുതിയ കാര്യമാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു കാര്യം വരുന്നത്. ദെൻ അടുത്തൊരു കേസും കൂടെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. L = 2. L = 2 ആണെങ്കിൽ വാട്ട് ആർ ദി പോസിബിൾ വാല്യൂസ് ഓഫ് ML? ML = 0 ±1 ±2 ±L വരെയാണ് വരുന്നത്. അപ്പോൾ 5 പോസിബിൾ വേരിയേഷനാണ്. 2L + 1 ഓറിയൻറ്റേഷൻസ് പോസിബിളാണ്. എത്രയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്? L = 2 ആണെങ്കിൽ L × L + 1 2 × 2 + 1 3 2 × 3 √6. √6 is 2.45 h കട്ട്. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഈ വെക്റ്ററിൻ്റെ L എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 2.4 h കട്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ്? ML = 0. ML = 0 മീൻസ് LZ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷണൽ കമ്പോണൻറ്റ് 0 വരണമെങ്കിൽ ഇങ്ങനെ വരണം. അങ്ങനെയാണെങ്കിലാണ് പൊസിഷൻ 0 ഉള്ളൂ. അടുത്ത പോസിബിൾ ഓറിയൻറ്റേഷൻ Lന് ഈ ഒരു വാല്യൂ എടുക്കാം, അങ്ങനെയാണെങ്കിൽ h കട്ട് വരും. പിന്നെ ഇങ്ങനെ ഒരു വാല്യൂ എടുക്കാം, അങ്ങനെയാണെങ്കിൽ 2h കട്ട് വരും. 2h കട്ടിന് കൂടുതൽ പോകാൻ പറ്റുമോ? പറ്റില്ല, കാരണം 2.4. അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3h കട്ടാണ്. 3h കട്ട് എത്തോ?
ഇല്ല, കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2.4 ആണ്. ഈ ഒരു സർക്കുലർ പാത്ത് ഇത്രയും വരെയാണ് അതിന് മാക്സിമം വരാവുന്നത്. പക്ഷേ ഈ വാല്യൂ എടുക്കാൻ പറ്റില്ല, കാരണം അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3h കട്ടാണ്. 3h കട്ടിലേക്ക് ഇതിൻ്റെ ലെങ്ത് ഇല്ല, അതിൻ്റെ പ്രൊജക്ഷൻ എത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ -h കട്ടും -2h കട്ടും. അപ്പോൾ 5 പോസിബിൾ ഓറിയൻറ്റേഷനാണ് L = 2 വരുന്ന ക്വാണ്ടം നമ്പർ വരുന്ന ഒരു ഇലക്ട്രോൺ എടുക്കാവുന്നത്. ഈ ഒരു പ്ലെയിനിൽ ഓർബിറ്റ് ചെയ്യാം, ഈ പ്ലെയിനിൽ ഓർബിറ്റ് ചെയ്യാം, ഈ പ്ലെയിനിൽ ഓർബിറ്റൽ മോഷൻ ഉണ്ടാവും. അതുപോലെ ഈ പ്ലെയിനിലും. ബാക്കി ഇതിനിടയിലുള്ള ഓറിയൻറ്റേഷൻസ് ഒന്നും പോസിബിൾ ആയിട്ടില്ല. സ്പേസ് ക്വാണ്ടൈസേഷൻ. ഓക്കെ. One more thing you can note is that L cannot align exactly parallel or anti-parallel to L. ഈ ഒരു പോസിബിൾ ഓറിയൻറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് L വരാൻ പറ്റില്ല. അപ്ലൈഡ് ഫീൽഡിന് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ അതിനെ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫോർ എക്സാമ്പിൾ ഈ കേസിലാണ് പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ പ്രൊജക്ഷൻ LZ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ വരും 2.45 ആണ്. 2.45 അലൗഡ് ആണോ? 2.45 അലൗഡ് അല്ല. അടുത്ത ഓപ്ഷൻ 3h കട്ടാണ്. 3h കട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരിക്കലും പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ അത് അലൈൻ ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ, there is nothing special about this Z ഡയറക്ഷൻ. അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ X ഡയറക്ഷനിലാണ് അപ്ലൈഡ് ഫീൽഡ് എടുക്കണമെങ്കിൽ ഇവിടെ X കമ്പോണൻറ്റ് അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് Z എന്ന് എടുത്തിരിക്കുന്നുള്ളൂ. സോ ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു ഈ തേർഡ് ക്വാണ്ടം നമ്പർ സ്പേസ് ക്വാണ്ടൈസേഷൻ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൂവ്മെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളത് എൻ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു, അപ്പോൾ അതിനനുസരിച്ച് പുതിയ എനർജി ലെവൽസും സ്പ്ലിറ്റിങ്ങും എനർജി ലെവൽസിൻ്റെ സ്പ്ലിറ്റിങ്ങും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ക്വാണ്ടൈസേഷൻ നമ്പറാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്.